ഗായ്സ് വെൽക്കം ബാക്ക് ടു പെപ്പ്. ഓക്കെ, റിസർച്ച് മെത്തഡോളജി പാർട്ട് 4. മുന്നേ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ റിസർച്ച് മെത്തഡോളജി എന്താണ്, അതിൻ്റെ നേച്ചറും കാര്യങ്ങളും മെത്തഡോളജിയും എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് റിസർച്ച് മെത്തഡോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ വരാൻ പോകുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ പല സമയങ്ങളായിട്ട് നമ്മൾ ത്രൂ ഔട്ട് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതും പല സമയങ്ങളിൽ പല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നതും പല ടെക്സ്റ്റുകളിൽ പല രീതിയിൽ അറിയാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ആ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് നിർബന്ധമായിട്ട് നമ്മുടെ എക്സാമിന് വരികയും ചെയ്യും. ഓക്കെ, 1-2 മാർക്കിനോ അല്ലെങ്കിൽ വലിയ മാർക്കിനോ ഒക്കെ ആയിട്ട് പല രീതിയിൽ വരാറുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോത്തസിസ്. ഓക്കെ, എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ വരുന്നത്? ഓക്കെ, ജസ്റ്റ് ചോദിക്കുക, എന്താണ് ഹൈപ്പോത്തസിസ്? പല സമയങ്ങളായിട്ട് അതിന് പല ഡെഫിനേഷൻസ് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഹൈപ്പോത്തസിസ്? നമ്മളൊരു റിസർച്ച് ഡെവലപ്പ് ചെയ്യുന്നതിൽ, ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നതിൽ, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സയൻറ്റിഫിക് ആയി ചെയ്യുന്നതിനൊക്കെ നമ്മളൊരു റിസർച്ച് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഹൈപ്പോത്തസിസ് നമ്മൾ by definition നോക്കാം. Hypothesis is a statement or educated guess that serves as a testable prediction about the relation between the variables. Okay, variables അതുപോലെ തന്നെ hypotheses are formulated based on existing knowledge, theories or observation that they get their investigation and analyze data to determine whether the prediction is supported or refuted. ഓക്കെ, നമ്മൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു തിയറി ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ടെസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ എൻ്റെ റിസർച്ചിനെ കുറിച്ച് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോവാണ്. അത് ചെയ്യുന്ന ആൾ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോവാണ്. അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ഗസ്സാണ്. ഓക്കെ, എഡ്യൂക്കേറ്റഡ് ഗസ്സാണ്, വെറുതെ ഗസ്സല്ല, എഡ്യൂക്കേറ്റഡ് ഗസ്സാണ്. കാരണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള മെത്തഡോളജി നടത്തിയിട്ട് ഈ ഒരു ഗസ് ചെയ്യാണ്. ഓക്കെ, ചെയ്യാൻ പോകുന്നത് സെർവ് ആസ് എ ടെസ്റ്റബിൾ പ്രഡിക്ഷൻ. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുപോലെ എഡ്യൂക്കേറ്റഡ് ഗസ്സാണ്, അതുപോലെ തന്നെ ടെസ്റ്റബിൾ പ്രഡിക്ഷൻ ആണ്. ടെസ്റ്റബിൾ പ്രഡിക്ഷൻ അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ഓക്കെ, സയൻറ്റിഫിക് റിസർച്ചിനകത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ് വേരിയബിൾസ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വേരിയബിൾസിനെ കുറിച്ച്, ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ കുറിച്ച്, അത് കോസ് ആൻഡ് എഫക്റ്റ് ആണോ, ഒന്നിനെ പ്രഡിക്റ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ തമ്മിലുള്ള ഒരു മോഡറേറ്റിംഗ് ആണോ, അല്ലെങ്കിൽ തമ്മിലുള്ള ഒരു മീഡിയേറ്റിംഗ് ആണോ, ഇതുപോലെ ഡിഫറെൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റോ എഡ്യൂക്കേറ്റഡ് ഗസ്സോ അല്ലെങ്കിൽ ടെസ്റ്റ് പ്രഡിക്ഷനോ ആണ് ഈ പറയുന്ന ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തസിസ് എന്താ നിങ്ങൾ ജസ്റ്റ് ചോദിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം ഹൈപ്പോത്തസിൻ്റെ കൃത്യമായ ഡെഫിനിഷൻ. ഓക്കെ, ചിലപ്പോഴൊക്കെ നമ്മൾ പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ടെസ്റ്റബിൾ സപ്പോസിഷൻ ഓഫ് പ്രപ്പോസിഷൻ. ഓക്കെ, എന്താ അർത്ഥം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചുമ്മാ പറഞ്ഞതാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന സമയത്ത് ഇത് നല്ലൊരു ഡെഫിനിഷനാണ്. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് ചോദിക്കുന്ന സമയത്ത്, എന്ത് റിസർച്ച് ചോദിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നല്ലൊരു റിസർച്ച് എങ്ങനെ ചെയ്യാം എന്ന് ചോദിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ലൊരു ഡെഫിനിഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം എന്തൊക്കെയാണ് ഒരു ഹൈപ്പോത്തസിസ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒരു ഹൈപ്പോത്തസിസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു നല്ല ഡെഫിനിഷൻ കൊടുക്കുക, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇതിനകത്ത് ഈ പറയുന്ന ഈ പറയുന്ന ഹൈപ്പോത്തസിസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പുതുതായിട്ട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട. ഇത് ജസ്റ്റ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എല്ലായിടത്തും പറഞ്ഞാൽ മതി. ഒന്നാമത് ഹൈപ്പോത്തസിസ് ഷുഡ് ബി ക്ലിയർ ആൻഡ് പ്രിസൈസ്. നമുക്ക് പറയാൻ പറ്റുമല്ലോ, ഒരു ഹൈപ്പോത്തസിസ് എപ്പോഴും എന്തിരിക്കണം, നല്ല ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തേത് വെച്ചാൽ ഹൈപ്പോത്തസിസ് ഷുഡ് ബി കാപ്പബിൾ ബീയിങ് ടെസ്റ്റഡ്. അതായത് ഈ ബണ്ടിൽ ഹൈപ്പോത്തസിസ് നമുക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒരു കാപ്പബിലിറ്റി, ടെസ്റ്റിംഗ് കാപ്പബിലിറ്റി ആയിരിക്കണം ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞത്. ഓക്കെ, രണ്ടെണ്ണമായ ഒന്നാമത്തത് ക്ലിയർ ആൻഡ് പ്രിസൈസ്, രണ്ടാമത്തത് കാപ്പബിൾ ബീയിങ് ടെസ്റ്റഡ്. മൂന്നാമത്തെ നോക്കാം, ഹൈപ്പോത്തസിസ് ഷുഡ് സ്റ്റേറ്റ് റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ഓക്കെ, ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു വേരിയബിൾസിനെ കുറിച്ച് പറയലാണെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞു, മൂന്നാമത്തെ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. എല്ലാവർക്കും അറിയാം, റിസർച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ സാധനം എന്തായാലും വരുന്നുള്ളത്. പക്ഷെ നമ്മളൊരു ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചാൽ സുഖമായിരിക്കും. പിന്നെ നാലാമത്തെ നോക്കുക, ഹൈപ്പോത്തസിസ് ഷുഡ് ബി ലിമിറ്റഡ് സ്കോപ്പ് മസ്റ്റ് ബി സ്പെസിഫിക്. ഓക്കെ, ഈ ഹൈപ്പോത്തസിസിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കരുത്. ഓക്കെ, ലിമിറ്റഡ് സ്കോപ്പ് ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ മസ്റ്റ് ബി അതെന്ന് വെച്ചാൽ ഈ തന്നിട്ടുള്ള ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ആ ഒരു പ്രശ്നത്തെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നതോ ആ പ്രശ്നത്തിന് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്നത് ഷുഡ് ബി സ്പെസിഫിക് ആയിരിക്കണം. ഓക്കെ, അതാണ് ലിമിറ്റഡ് സ്കോപ്പ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹൈപ്പോത്തസിസ് ആയിട്ടല്ല. നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ പ്രോബ്ലം എന്തായിരുന്നു, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ലിമിറ്റഡ് സ്കോപ്പ് ഉള്ളതായിരിക്കണം ഉദ്ദേശിച്ചത്. ഓക്കെ, ലിമിറ്റഡ് സ്കോപ്പ് ആൻഡ് സ്പെസിഫിക് എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത് നോക്കാം 1, 2, 3, 4 അഞ്ചാമത്താണ് പറഞ്ഞത്. ദ ഹൈപ്പോത്തസിസ് ഷുഡ് ബി stated as far as possible the most simple terms so that the same easily understand by all concerned. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചെയ്യുന്ന നമുക്ക് മാത്രം, ചില റിസർച്ചുകൾ പറയാറുണ്ട് അത് അയാൾക്ക് മാത്രം മനസ്സിലായിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെയല്ല, നമ്മൾ ഹൈപ്പോത്തസിസ് ഇയാളിപ്പോൾ ഉദ്ദേശം എന്താണ്, അയാൾക്കും ആ ഗൈഡിനെ പോലും മനസ്സിലാണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയല്ല ചെയ്യേണ്ടത്.
നമുക്ക് മനസ്സിലാവണം. അതുപോലെ തന്നെ ഇത് ഷുഡ് ബി സ്റ്റേറ്റ് ആസ് ഫാർ ആസ് പോസിബിൾ ദി മോസ്റ്റ് സിമ്പിൾ ടേംസ്, ഏറ്റവും സിമ്പിളായ രീതിയിൽ. ഓക്കെ, ഏറ്റവും നല്ല അടിപൊളി നല്ല ആകും മനസ്സിലാത്ത രീതിയിൽ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് നല്ലൊരു ഹൈപ്പോസിസ് അല്ല. ഓക്കെ, ഹൈപ്പോസിസ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ല അത്. ഓക്കെ, അത് സിമ്പിൾ ടേംസിലായിരിക്കണം. സെയിം ഈസ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ബൈ ഓൾ കൺസേൺ. ഈ പറഞ്ഞ എല്ലാ കൺസേണിനെയും ഒറ്റയടിക്ക് കൺസേൺ ചെയ്യുന്ന രീതി, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ, ഇത് മുഴുവൻ പ്രോബ്ലത്തെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ടേംസ് ഉള്ളതായിരിക്കണം എന്ത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഹൈപ്പോത്തസിസ് ഷുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് മോസ്റ്റ് നോൺ ഫാക്ട്സ്. ഓക്കെ, ഈ പറയുന്ന സയൻറ്റിഫിക് റിസർച്ച് ആയതുകൊണ്ട് തന്നെ, സൈക്കോളജിക്കൽ റിസർച്ച് ആയതുകൊണ്ട് തന്നെ, റിസർച്ച് മെത്തഡോളജി ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹൈപ്പോത്തസിസ് ഷുഡ് ബി കൺസിസ്റ്റന്റ് ആയിരിക്കണം വിത്ത് മോസ്റ്റ് നോൺ ഫാക്ട്സ്. ഓക്കെ, നമുക്ക് അറിയുന്ന ഫാക്ട്സിനെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫാക്ട്സിന് അറിയുന്ന തക്ക രീതിയിലുള്ളതായിരിക്കണം നമ്മൾ ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഹൈപ്പോത്തസിസ് ഷുഡ് ബി അമെൻറ്റബിൾ ടെസ്റ്റിംഗ് വിത്തിൻ എ റീസണബിൾ ടൈം. ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. ഓക്കെ, ഒരു വലിയ സ്റ്റഡി നടത്തുന്നത്, കുറേ കാലത്തേക്ക് നിൽക്കുന്ന സ്റ്റഡിയാണ്. പക്ഷേ റീസണബിൾ ടൈമിൽ നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഓക്കെ, നമ്മൾ കാര്യങ്ങളായിട്ട് റിസർച്ചിന് വേണ്ടി നടക്കുന്നുണ്ട്, പക്ഷേ ഒരു റീസണബിൾ ടൈമിനൊക്കെ നടത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ അതിന് റിസർച്ച് ഹൈപ്പോത്തസിസ് അതിന് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് തോന്നില്ല. ഓക്കെ, അതായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറയുമ്പോൾ ഡെഫിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ എഴുതേണ്ടതാണ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇതിനകത്ത് 1, 2, 3, 4, 5, 6, 7 ഈ ഏഴെണ്ണത്തിൽ 5 എണ്ണമെങ്കിലും എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് വരും. വരുന്ന സമയത്ത് ഈ പറയുന്ന ചില ടേമുകൾ, ഈ ക്ലിയർ ആൻഡ് പ്രിസൈസ്, അതുപോലെ തന്നെ capable being tested, relation between variables, okay, relation between variables, limited scope and must specific, okay, ഇത്രയും സാധനങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത് സിമ്പിൾ ടേംസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കൺസേണും ദൂരീകരിക്കുന്നതായിരിക്കണം. അതുപോലെ ഐ ഷുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് മോസ്റ്റ് നോൺ ഫാക്ട്സ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നോൺ ഫാക്ട്സ് എല്ലാം അതിനെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളത്. പിന്നെ അവസാനത്തത് റീസണബിൾ ടൈമിൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈസി അല്ലേ, ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും, എഴുതാൻ പറ്റും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഡെഫിനിഷൻ കഴിഞ്ഞു. രണ്ടാമതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് 7 ഉണ്ട്. അതിനകത്ത് നിങ്ങൾ 5 എണ്ണമെങ്കിലും കൃത്യമായി പഠിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് പോകും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞൊരു ഹൈപ്പോത്തസിസിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, എന്തിനാണ് ഈ ഹൈപ്പോത്തസിസ്, എന്താ ഈ ഹൈപ്പോത്തസിസ് ചെയ്യുന്നത് എന്നുള്ളത്. പ്രധാനമായിട്ടും 3 ഫംഗ്ഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. 3 ഫംഗ്ഷൻ നിർബന്ധമായി പഠിക്കും വേണം. ഒന്നാമത് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ദ വേരിയസ് തിയറീസ്. ഈ പറയുന്ന ഡിഫറെൻറ്റ് തിയറീസ്, നമ്മൾ റിസർച്ച് തിയറീസിനെ ടെസ്റ്റ് ചെയ്യാൻ വേരിയസ് തിയറീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹൈപ്പോത്തസിസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് സജസ്റ്റ് ദ വേരിയസ് തിയറി. ഓക്കെ, അത് മാത്രമല്ല, തിയറി സജസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, അതുപോലെ തന്നെ വേരിയസ് തിയറീസ് സജസ്റ്റ് ചെയ്യാൻ. ഇവിടെ ടെസ്റ്റ് ചെയ്യാണ്, ഇവിടെ സജസ്റ്റ് ചെയ്യാണ്. ഒരേ ടേമാണ് ഈ 2 സാധനം. നിങ്ങൾ മാത്രം മാറുന്ന പഠിച്ചാൽ മതി. ഒന്നാമത്തെ ടെസ്റ്റ് ചെയ്യാനും മറ്റൊന്ന് സജസ്റ്റ് ചെയ്യാനും. ഓക്കെ, മൂന്നാമത്തെ ഹൈപ്പോത്തസിസ് ടെൻഡ് ടു ബി ഡിസ്ക്രൈബ് എ സോഷ്യൽ ഫിനോമിനൻ. ഈ പറയുന്ന ഹൈപ്പോത്തസിസ് ഒരു സാമൂഹികമായിട്ടുള്ള പ്രതിഭാസത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കണം. നമ്മൾ സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ സയൻസ് ആണ്, നമ്മൾ റിസർച്ച് മെത്തഡോളജി സോഷ്യൽ വിഷയങ്ങളാണ് ഇടപെടുന്നത്. ഈ പറഞ്ഞ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ റിസർച്ച് നടത്താറുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേരിയബിൾസ് ഉപയോഗിച്ച് പോപ്പുലേഷനിൽ ഏത് പോപ്പുലേഷനാണ് വേണ്ടത് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന 3 ഫംഗ്ഷൻസ്, ഒന്ന് ടെസ്റ്റ് ദ വേരിയസ് തിയറീസ്, ഡിഫറെൻറ്റ് തിയറീസും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ആരെങ്കിലും കണ്ടെത്തിയുള്ള സാധനങ്ങൾ റീസർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ പറയുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചാണ് നമ്മൾ തിയറി സജസ്റ്റ് ചെയ്യും, പുതിയ തിയറീസ്. ഓക്കെ, ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനൊരു സെറ്റപ്പിനകത്ത്, ഇങ്ങനെയൊരു സാമൂഹികമായ സിറ്റുവേഷനകത്ത്, ഇങ്ങനൊരു പോപ്പുലേഷനകത്ത് ഇന്നൊരു സമയത്ത് നടത്തിയിട്ട് തിയറിക്ക് പ്രകാരം അവിടെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ തിയറി, ഒരു ടെസ്റ്റബിൾ ആയിട്ടുള്ള സാധനത്തെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നുള്ളത് ഹൈപ്പോത്തസിസ് ടെൻഡ് ടു ബി ഡിസ്ക്രൈബ് സോഷ്യൽ ഫിനോമിനൻ. ഒരു സാമൂഹികമായിട്ടുള്ള ഫിനോമിനൻ അല്ലെങ്കിൽ സോഷ്യൽ പ്രതിഭാസത്തെ, ഒരു സാമൂഹിക പ്രശ്നത്തെ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ചെയ്യും എന്നാണ് ഈ 3 ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒന്നാമത്തത് ഡെഫിനേഷൻ പറഞ്ഞു, രണ്ടാമത്തത് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, മൂന്നാമത്തെ ഫംഗ്ഷൻ പറഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങളൊരു 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്നതിൽ 10 മാർക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 5 മാർക്കിന് ഉത്തരം നിങ്ങൾക്ക് ആയി. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. നമ്മൾ ഒരുപാട് ഹൈപ്പോത്തസിസ് കേട്ടിട്ടുണ്ടായി. പല രീതിയിലുള്ള ഹൈപ്പോത്തസിസ്. ഇപ്പോൾ എപ്പോഴും പറഞ്ഞ മാതിരി ഗൂഗിൾ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വിക്കിപീഡിയ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ ChatGPT നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും പല രീതിയിലുള്ള ഹൈപ്പോത്തസിസ്. അല്ലെങ്കിൽ പുസ്തകങ്ങൾ, ഡിഫറെൻറ്റ് രീതിയിൽ പല പേരിലായിട്ട് പറയാറുണ്ട്. ഓക്കെ, ശരിക്കും ഹൈപ്പോത്തസിസ് എത്ര വീതമുണ്ട് നിങ്ങൾക്കറിയോ? സത്യം പറയുകയാണെങ്കിൽ theoretically there should be only one type of hypothesis, that is research hypothesis. ഒരൊറ്റ ഹൈപ്പോത്തസിസ് ശരിക്കുള്ളൂ തിയററ്റിക്കലി. ഓക്കെ, നമ്മൾ
തിയററ്റിക്കലി പറയുമ്പോൾ ഒരൊറ്റ ഹൈപ്പോത്തസിസ് മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ഏതാണ്? അതെന്ന് പറയുന്നത് റിസർച്ച് ഹൈപ്പോത്തസിസ് ആണ്. ഓക്കെ, റിസർച്ച് ഹൈപ്പോത്തസിസ് ആണ്. റിസർച്ച് ഹൈപ്പോത്തസിസ് ഓക്കെ റിസർച്ച് ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ പറയുന്നത്. ഓൺലി വൺ ഹൈപ്പോത്തസിസ് റിസർച്ച് ഹൈപ്പോത്തസിസ്. പക്ഷേ however, because of the convention or scientific inquiries, the hypothesis can be classified into several types and they are, നമുക്ക് നോക്കാം, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ പഠനത്തിന് വേണ്ടി, നമ്മൾ റിസർച്ച് ആവശ്യത്തിന് വേണ്ടി, നമ്മൾ റിസർച്ചിൽ മാനിപ്പുലേഷന് വേണ്ടി, വേരിയബിൾസ് മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു റിസർച്ച് പ്രോബ്ലം പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിന് പല രീതിയിലായിട്ട് ടൈപ്സ് ആക്കാറുണ്ട്. ഓക്കെ, നമ്മൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, പല ടൈപ്സ്. അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പൊതുവെ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നിർബന്ധമായി പഠിക്കേണ്ട ചില സാധനങ്ങൾ, പഠിക്കേണ്ട ചില റിസർച്ച് ഹൈപ്പോത്തസിസിനെ കുറിച്ച്, പഠിക്കേണ്ട ചില ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നോക്കാം അല്ലേ? എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണേ, കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണേ. ഇതാണ് നിങ്ങൾക്ക് എക്സാം എടുക്കാനായിട്ടുണ്ട്. നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന റിസർച്ച് ഹൈപ്പോത്തസിസ് നിങ്ങൾ എഴുതണം. ഓക്കെ, ജസ്റ്റ് എഴുതുക, ഒരു എക്സാമ്പിൾ എഴുതുന്ന രീതിയിൽ. ഓക്കെ, ഏതൊക്കെ നോക്കാം. ഓക്കെ, പ്രധാനമായിട്ട് നമുക്കറിയാം, ഒരു റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് ഒന്നാമത് നൾ ഹൈപ്പോത്തസിസ്, രണ്ടാമത്തെന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പല കളറിൽ കണ്ടത്. മഴവിൽ നിറത്തിലൊക്കെ ഇട്ടത്. ഓക്കെ, മഴവിലെല്ലാം ഉണ്ടോ? ഓക്കെ, ഉള്ളതൊക്കെ ഓക്കെ നോക്കിയിട്ട്. ഏതായാലും ഈ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് എക്സാമിന് എഴുതേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. ഓക്കെ, ഞാൻ ഈ പ്രധാന കളറിലൊക്കെ കൊടുത്തത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് വെച്ചത് നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യാനാണ്. ഒന്നാമത് നൾ ഹൈപ്പോത്തസിസ് പറഞ്ഞു. ഓക്കെ, H0 എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പറയാം H1 HA പല രീതിയിൽ പറയാറുണ്ട്. മൂന്നാമത്തതാണ് ട്രൂ ഹൈപ്പോത്തസിസ്. നാലാമത്തെ സിമ്പിൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് കുറച്ച് ടഫ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ്. ഓക്കെ, പേര് മാത്രമേ കോംപ്ലക്സ് ഉള്ളൂ, സംഭവം സിമ്പിളാണ്. പിന്നെ ഒന്ന് കോസിൽ ഹൈപ്പോത്തസിസ്, കോസിൻ്റെ എഫക്റ്റ് ഒക്കെ പറയുന്ന ഹൈപ്പോത്തസിസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആൻഡ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. നിങ്ങൾ സിമ്പിളായിട്ട് ഗ്രൂപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഇതിലാണ് നമുക്ക് ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, ഇതിന് നമുക്ക് ഗ്രൂപ്പ് ആക്കാം അല്ലേ? നൾ ഹൈപ്പോത്തസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, സിമ്പിൾ ഹൈപ്പോത്തസിസ്, ട്രൂ ഹൈപ്പോത്തസിസ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ വെക്കാം. അതൊരു വേറെ ഡിഫറെൻറ്റ് ഹൈപ്പോത്തസിസാണ്. ഓക്കെ, ഡിഫറെൻ്റ് ഒന്നല്ല, സിമ്പിൾ ആയിട്ടില്ല. ഇവരെ നമുക്ക് എന്താക്കാം, ഗ്രൂപ്പാക്കി വെക്കാം. സിമ്പിൾ ഹൈപ്പോത്തസിസ്, കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്, കോസിൽ ഹൈപ്പോത്തസിസ് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നിർത്താം. പിന്നെ ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ. അപ്പോൾ നമുക്ക് ഇതിനെ 3 ഗ്രൂപ്പ് ആക്കിയിട്ട്, 3 ഗ്രൂപ്പ്, ഇവ ആൾട്ടർനേറ്റീവ് നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഗ്രൂപ്പ്, സിമ്പിളും കോംപ്ലക്സുള്ള ഗ്രൂപ്പ്, കോസ് ഹൈപ്പോത്തസിസ് ഒറ്റയ്ക്കൊരു ഗ്രൂപ്പ്, പിന്നെ ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ആൻഡ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ആൻഡ് ഡയറക്ഷണൽ ആൻഡ് നോൺ ഡയറക്ഷണൽ. അപ്പോൾ സിമ്പിളായി പഠിച്ചില്ലേ? അപ്പോൾ 3 5 സാധനങ്ങൾ ഈ പറഞ്ഞ 1 2 3 4 5 6 7 8 8 1 2 3 4 5 6 7 8 ഹൈപ്പോത്തസിസ് നമ്മൾ പറയും. നിങ്ങൾ പുസ്തകം നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിച്ചപ്പോൾ ഇതേ പേരിൽ തന്നെ പല രീതിയിൽ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുന്ന രീതിയിൽ നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്രയും ഹൈപ്പോത്തസിസിനെ കുറിച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിന് ഇത്രയും സാധനങ്ങൾ എന്താണ്, ഇതിൻ്റെ ഫംഗ്ഷൻ്റെ ഡിഫറൻസ് എന്താ മാത്രം മനസ്സിലാക്കി വെക്കുക. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നോക്കി. ഫസ്റ്റ് നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, പിന്നെ ഫംഗ്ഷൻ പറഞ്ഞു. ഓക്കെ, ഇനി പറഞ്ഞ നമ്മൾ ടൈപ്സ് ആണ്. ഓക്കെ, ടൈപ്സിനകത്ത് ഒന്നാമത്തേത് നോക്കാം, നൾ ഹൈപ്പോത്തസിസ്. Okay, null hypothesis. It asserts that there is no difference between two population means and the difference found between the sample means and accidental. Okay, നമുക്കറിയാം നമ്മളൊരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുമ്പോൾ there is no significant relation between the two variables. ഇതാണ് നമ്മുടെ സാധനം. ഈ വന്നിട്ടുള്ള വേരിയബിൾസോ പോപ്പുലേഷനോ തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല നമ്മൾ അങ്ങോട്ട് പറയാം. നള്ളായിട്ടുണ്ട് പറയുന്നതാണ്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് ഉപയോഗിക്കുന്ന ഇതെന്ന് പറയുന്നത് H0 ആണ്, അല്ലെങ്കിൽ H0 എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന സൈൻ എന്ന് പറയുന്നത് H0 ആണ്. അപ്പോൾ there is no significant relation between. ഓക്കെ, അതാണ് നോക്കേണ്ടത്. there is no significant. നമ്മളെപ്പോഴും പഠിക്കുന്ന അതാകും. എൻ്റെ എഴുത്ത് അത്ര സ്പെല്ലിംഗ് ഒന്നും ശരിയല്ല, എന്നാൽ നോക്കിയതാലോ. ഓക്കെ, there is no significant relationship between എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, റിസർച്ച് aims at null hypothesis to determine whether there is evidence to reject it. ഓക്കെ, നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഈ വന്നിട്ടുള്ള സാധനം റിജക്റ്റ്, അതായത് നമ്മൾ എവിഡൻസ് ടു റിജക്റ്റ്, ഈ വന്നിട്ടുള്ള ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാനുള്ള എവിഡൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ് H0. എക്സാമ്പിൾ നോക്കി വെക്കാം അല്ലേ? ജസ്റ്റ് നമ്മൾ എക്സാമ്പിൾ നോക്കി വെക്കാം.
H naught, there is no significant difference test score between group A and group B. അതായത് ഇതൊരു വേരിയബിൾ A ആണെങ്കിൽ ഈ വേരിയബിൾ ബിയും തമ്മിൽ there is no significant difference. അവർ തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. നമ്മൾ നൾ ഹൈപ്പോത്തസിസ് നമ്മളുണ്ട് പ്രസ്താവിക്കുന്ന ഒരു പരിപാടിയാണ് നൾ ഹൈപ്പോത്തസിസ്. അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുക എങ്ങനെയാ വെച്ചാൽ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിൽ ആൾട്ടർനേറ്റീവ് നോക്കുമ്പോഴാണ്. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ടോ എപ്പോൾ പറയും റിജക്റ്റ് ഓർ ഫെയിൽ ടു റിജക്റ്റ്, ദർ ഈസ് നോ അസെപ്റ്റ്. നമ്മൾ പറഞ്ഞത് ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻ ബിറ്റ്വീൻ എന്നുള്ളത്. ഓക്കെ, ദ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഈ പറയുന്ന എച്ച് നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് പറയേണ്ടതാണ്. നമ്മൾ ആദ്യം ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എച്ച് നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് പറയേണ്ടതെന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമുക്ക് ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു? HA or H1 പല രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, നോക്കാം. The alternative hypothesis suppose there is a significant relation between or effect between the variables. നേരെ there is no ആണെങ്കിൽ there is a relation, there is a significant relation between or effect between the variables തമ്മിലൊരു അവൻ പറഞ്ഞു നള്ളു പറഞ്ഞു എന്ത് ഒരു റിലേഷൻ ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ മൂപ്പർ എന്ത് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു there is a അത് നമ്മൾ വ്യത്യാസം ഉണ്ട്. there is a significant റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ എഫക്റ്റ് ഉണ്ട് എന്നാണ് ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പറയുന്നത്. ഓക്കെ, അടുത്ത് ടു റെപ്രസെന്റ് ദ റിസർച്ചർ പ്രഡിക്ഷൻ ഓർ എ സ്പെസിഫിക് ഔട്ട്കം ദേ ഇൻവെസ്റ്റിഗേറ്റ്. അതായത് നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ റിസർച്ചിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫിക്കൽ പ്രഡിക്ഷൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്കമ്മിന് എന്ത് പറയും റിസർച്ചൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞ H നോട്ട് H1 ആണെന്നുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു നോക്കാം. നേരത്തെ എ എന്ന വേരിയബിളും ബി എന്ന വേരിയബിളും എ ഗ്രൂപ്പ് വിൽ സ്കോർ സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദ ടെസ്റ്റ് ദാൻ ദ ഗ്രൂപ്പ് ബി. ഈ പറഞ്ഞുള്ള ഗ്രൂപ്പ് ബിയേക്കാൾ ഗ്രൂപ്പ് എക്ക് എന്തുണ്ട് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ വാല്യൂ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടോ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നേരത്തെ എന്തായിരുന്നു? നേരത്തെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? there is no significant, there is no significant. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് there is a significantly higher the relationship between എന്നുള്ളത്. അപ്പോൾ ട്രൂ ഹൈപ്പോത്തസിസും നൾ ഹൈപ്പോത്തസിസും ട്രൂ അല്ല നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഈസി അല്ലേ? നമുക്ക് അടുത്ത് നോക്കിയാലാന്നുള്ളത്. ഇവിടെ നോക്കണം നൾ ഹൈപ്പോത്തസിസ് അസ്യൂം there is no difference between എക്സാമ്പിൾ നോക്കുകയാണ് there is no difference between two groups. നൾ ഹൈപ്പോത്തസിസ് ആണ് സമയത്ത് നമ്മൾ പറയും ഓക്കെ നമ്മളിവിടെ ഈ വരുന്ന ഒരു പ്ലാന്റ് വളരുന്നതിന് ലൈറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ the light color has no effect on plant growth. ഈ വരുന്നുള്ള ലൈറ്റ് ഈ കളർ ഒരിക്കലും ഈ പറയുന്നതിനെ എഫക്റ്റ് ചെയ്യൂല എന്നുള്ളത് എന്ത് പറഞ്ഞു ഒരു ഹൈപ്പോത്തസിസ് പറഞ്ഞു നൾ ഹൈപ്പോത്തസിസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ് സെറ്റ് ചെയ്യുക. എങ്ങനെ സെറ്റ് ചെയ്യുക? ലൈറ്റ് കളർ എഫക്ട് ദ പ്ലാന്റ് ഗ്രോത്തിനെ ഇത് എഫക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ മനസ്സിലായില്ലേ? കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കിയാണ് ഈ ട്രൂ നൾ ഹൈപ്പോത്തസിസും അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എപ്പോഴും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എക്സാമ്പിൾ കൂടി അപ്പോൾ എന്ത് എഴുതുമ്പോഴും ഒരു എക്സാമ്പിൾ കൂടി ഹൈപ്പോത്തസിസ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഉണ്ട് പോകും. ഓക്കെ, ഞാൻ അടുത്ത് നോക്കാം. ട്രൂ ഹൈപ്പോത്തസിസ് നേരത്തെ പറഞ്ഞ കുറച്ച് ഡിഫറെൻ്റ് ആയി നിർത്തണം. ട്രൂ ഹൈപ്പോത്തസിസ് പറഞ്ഞു നോക്കാം അല്ലേ? In the context of scientific research and hypothesis testing, there is no specific category in our stripe. അങ്ങനെ നമുക്ക് പറയുമ്പോൾ ഒരു ട്രൂ ഹൈപ്പോത്തസിസ് എന്ന അവസ്ഥയൊന്നും ഇല്ല. നേരത്തെ പറഞ്ഞ നമുക്ക് റിസർച്ച് ഹൈപ്പോത്തസിസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠനത്തിന് വേണ്ടി വീണ്ടും പഠിക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും മാറ്റി വെക്കാം. There is no true hypothesis ഒന്നും ഇല്ല, നോൺ ആസ് കാറ്റഗറി ഒന്നും ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് ടേംസ് ഓഫ് ട്രൂ നമ്മൾ ട്രൂ എന്ന് പറയുന്നത് ഓർ ഫാൾസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഔട്ട്കംസ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ദ ഔട്ട്കം. നമുക്ക് വന്നിട്ട് റിസൾട്ടിനനുസരിച്ച് നമുക്ക് ഔട്ട്കമ്മിനനുസരിച്ച് യൂസ് ബേസ്ഡ് ഓൺ ദ എവിഡൻസ് ആൻഡ് ഡാറ്റ കളക്ട് ഡ്യൂറിംഗ് ദ റിസർച്ച് സ്റ്റഡീൻ്റെ ഭാഗമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഭാഗമായിട്ടോ എന്നിട്ട് എവിഡൻസിൻ്റെ ഭാഗമായിട്ടോ അത് ട്രൂ ആണോ അല്ലെങ്കിൽ അത് ഫാൾസ് ആണോ എന്നുള്ളതിൻ്റെ ഔട്ട്കമ്മിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ മനസ്സിലാക്കി ഔട്ട്കമ്മിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഈ പറയുന്ന ട്രൂ ഹൈപ്പോത്തസിസ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് അതിനകത്ത് നമുക്ക് ട്രൂ ഹൈപ്പോത്തസിസ് നമുക്ക് രണ്ടായിട്ട് നോക്കാം. ട്രൂ ഹൈപ്പോത്തസിസ് നമുക്ക് രണ്ടായിട്ട് വെക്കാവുന്ന ദ ട്രൂ നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, ട്രൂ നൾ ഹൈപ്പോത്തസിസ് അതുപോലെ ട്രൂ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ട്രൂ എങ്ങനെ വരുന്നത് ട്രൂ നൾ ഹൈപ്പോത്തസിസ് അതുപോലെ ട്രൂ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ട്രൂ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ സമയത്ത് എച്ച് നോട്ടിനെ നമുക്ക് പറയാം. ഓക്കെ, ദ നൾ ഹൈപ്പോത്തസിസ് എച്ച് നോട്ട് കൺസിഡർ ട്രൂ. അതായത് നമ്മൾ വന്നിട്ടുള്ള നൾ ഹൈപ്പോത്തസിസ് ഈ പറഞ്ഞ എച്ച് നോട്ട് ട്രൂ ആണെന്നെങ്കിൽ when the data and statistical analysis do not provide enough
എവിഡൻസ് ടു റിജക്റ്റ് ഇറ്റ്. ഈ ബന്ധത്തിലുള്ള ഡാറ്റയെ നമുക്ക് ഒരിക്കലും റിജക്റ്റ് ചെയ്യാനുള്ള ഒരു എവിഡൻസ് നമുക്ക് ആ റിസർച്ചിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ട്രൂ നൾ ഹൈപ്പോത്തസിസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ട്രൂ എച്ച് നോട്ട് ആണെന്നെങ്കിൽ, ട്രൂ എച്ച് നോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ട്രൂ എന്ന് പറയുമ്പോൾ ഡാറ്റ അനുസരിച്ച് നമ്മൾ കിട്ടിയിട്ടുള്ള ഡാറ്റ പ്രകാരമോ അല്ലെങ്കിൽ അതുവഴി നടത്തിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പ്രകാരം ഡു നോട്ട് പ്രൊവൈഡ് ഇനഫ് എവിഡൻസ് ടു റിജക്ട്. ഈ ഇതിനെ റിജക്ട് ചെയ്യാൻ നമുക്ക് ഒരു എവിഡൻസും ദർ ഈസ് നോ എവിഡൻസ് ആണ്. ഇത് മനസ്സിലാക്കിയത് ഡു നോട്ട് അതായത് ഇവിടെ ട്രൂവിനെ നോട്ട്, ഓക്കെ, ഡു നോട്ട് പ്രൊവൈഡ് ഇനഫ് എവിഡൻസ് ടു റിജക്ട് ചെയ്യാൻ നമുക്ക് ഒരു എന്ത് കിട്ടിയിട്ടില്ല, ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല എന്ന്. ഇൻ അതർ വേർഡ്സ്, ഇൻ ദ നൾ ഹൈപ്പോത്തസിസ് ഡു നോട്ട് റിജക്റ്റഡ്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ ഒബ്സർവ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കത് റിജക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഈ തന്നിട്ടുള്ള നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ നമ്മുടെ റിസർച്ച് നമ്മൾ കൊടുത്തിട്ടുള്ള നൾ ഹൈപ്പോത്തസിസ് നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ട്രൂ നൾ ഹൈപ്പോത്തസിസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ട്രൂ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. Okay, the alternative hypothesis HA it considers a true when the data is statistically analyzed provide a strong evidence. There is no ആണെങ്കിൽ there is a strong evidence to reject the null hypothesis is a favor to alternative hypothesis. അതായത് alternative favor നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള alternative hypothesisനെ ഫേവർ ചെയ്യുകയും അതുപോലെ തന്നെ തന്നിട്ടുള്ള നമുക്ക് നല്ലൊരു എവിഡൻസ് കിട്ടും എന്ത്, റിജക്റ്റ് null hypothesis. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എവിഡൻസ് ഒരിക്കലും അക്സെപ്റ്റ് നമ്മൾ പറയില്ല, പകരം എന്താ വെച്ചാൽ ദർ ഇസ് നോ എവിഡൻസ് ടു റിജക്റ്റ്. ഇവിടെ ആണെങ്കിൽ ദർ ഇസ് എവിഡൻസ് ടു റിജക്റ്റ്. മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതാണ് ട്രൂ ഹൈപ്പോത്തസിസിൻ്റെ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ട്രൂ നൾ ഹൈപ്പോത്തസിസും അതുപോലെ തന്നെ ട്രൂ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും. ഓക്കെ, ഇവിടെ നോക്കാം. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ സാധനമാണ്. ട്രൂ എങ്ങനെയാണ് റിജക്റ്റ് ചെയ്യുന്ന സമയത്തും ഫാൾസും ട്രൂവും വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയി അടുത്തതിൽ പഠിക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് പറയുന്ന സമയത്താണ് ആൾട്ടർനേറ്റീവും ട്രൂ ഹൈപ്പോത്തസിസും വരുന്ന സമയത്താണ് ഏത് വർഷമൊക്കെ നിങ്ങൾ റിസർച്ച് എക്സാം എഴുതുന്നോ, സ്റ്റാറ്റിൻ്റെ എക്സാം എഴുതുന്നോ, നിങ്ങൾ കാണാൻ പോകുന്ന സാധനം ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ നിർബന്ധമായിട്ട് ഈ വരുന്ന എക്സാമിന് എന്തായിട്ട് വരും. ഓക്കെ, ടൈപ്പ് 1 എറർ എന്താണെന്ന് നമ്മൾ നേരത്തെ ട്രൂ ഹൈപ്പോത്തസിസ് പഠിച്ച സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ആയി നോക്കാം അല്ലേ? ടൈപ്പ് 1 എറർ മീൻസ് റിജക്റ്റിംഗ് ആണ്. ഓക്കെ, റിജക്റ്റിംഗ് ആണ്. നമ്മൾ ആക്സെപ്റ്റിൻ്റെ പരിപാടിയൊന്നുമില്ല ഹൈപ്പോത്തസിസിനടുത്ത്. റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ആക്ച്വലി ട്രൂ. എന്താ പരിപാടി? ശരിയാണ്, ആക്ച്വലി ട്രൂ ആയിട്ടും ഇവണ്ട് റിജക്റ്റ് ചെയ്യാം. ടൈപ്പ് 1 എററാണ്. 2 എററുകളാണ് പ്രധാനമായിട്ടുള്ളത്. ടൈപ്പ് 1 എററും ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. അതിൽ പറയുകയാണെ ടൈപ്പ് 1 എറർ പറയുകയാണെ ഇത് മീൻസ് റിജക്റ്റ് നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തു, പക്ഷേ അത് ശരിയായിരുന്നു, ശരിയായിട്ടും അതിനെ റിജക്റ്റ് ചെയ്തു. ഓക്കെ, അടുത്തത് ഇറ്റ് മീൻസ് ദ കൺക്ലൂഡിംഗ് ദ റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് വെൻ ഇൻ റിയാലിറ്റി ദേ കെയിം അപ്പ് ദ പ്യൂർലി ചാൻസ് ബിക്കോസ് ഓഫ് ദ അൺറിലേറ്റഡ് ഫാക്ടർ. മറ്റ് ഫാക്ടേഴ്സൊക്കെ ഇതിനെ ബാധിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഈ റിജക്ഷൻ വരുന്നത് എന്നൊക്കെയുള്ളതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിലേക്ക് പഠിക്കാം. പക്ഷേ ഇപ്പം ടൈപ്പ് 1 എറർ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ടൈപ്പ് 1 എറർ മീൻസ് റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്റ്റ് ചെയ്തു കഴിഞ്ഞു. എന്താ കാരണം നോക്കണമെന്ന് വെച്ചാൽ ഇത് കാരണമൊന്നുമില്ല, ശരിയായിരുന്നു, പക്ഷേ ഞാൻ റിജക്റ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ദ റിസ്ക് ഓഫ് കമ്മിറ്റിംഗ് ദിസ് എറർ സിഗ്നിഫിക്കൻറ്റ് ലെവൽ ആൽഫ. അത് നമ്മൾ ഈ പറയുന്ന ടൈപ്പ് 1 എറർ വരെ പ്രധാനമായിട്ട് കാരണം നമ്മൾ പല രീതിയിലുള്ള സിഗ്നിഫിക്കൻസ് ലെവൽ ചൂസ് ചെയ്യും. സിഗ്നിഫിക്കൻറ്റ് എന്താ സാമ്പിൾ എറർ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ പഠിക്കും. അപ്പോൾ അതിന് മുന്നേ മനസ്സിലാക്കി വെക്കുക, സിഗ്നിഫിക്കൻസ് ലെവൽ നമ്മൾ ചൂസ് ചെയ്തനുസരിച്ചിരിക്കും ഈ പറഞ്ഞ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും ഒക്കെ വരാൻ സാധ്യതയുള്ളത്. ടൈപ്പ് 1 എറർ അങ്ങനെ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പോൾ ഇയാളോട് പറയുകയാണ് ടൈപ്പ് 1 എറർ ഫാൾസ് പോസിറ്റീവ് എന്ന് കൂടി പറയും കേട്ടോ. ടൈപ്പ് 1 എററിനെ ഫാൾസ് തെറ്റായിട്ടുള്ള പോസിറ്റീവ്. ഓക്കെ, ഇയാളോട് പോയി പറയാം ഇയാൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, അതിങ്ങനെ ഒരിക്കലും വർക്ക് ആവില്ല. പക്ഷേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റിജക്റ്റിംഗ് എന്നുള്ള ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ആക്ച്വലി ട്രൂ, ശരിയായിട്ടും അതിനെ ഇതാക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ടൈപ്പ് 2 എറർ മീൻസ് ദ നോട്ട് റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ് വെൻ ഈസ് ആക്ച്വലി ഫാൾസ്. എന്ത് പരിപാടിയാ? തെറ്റായിട്ടും റിജക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പറ്റില്ലല്ലോ. തെറ്റായിട്ടും റിജക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ടൈപ്പ് 2 എറർ. നേരത്തെ ശരിയായിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, റിജക്റ്റ് ചെയ്യാൻ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് പറയും. ദിസ് ഈസ് നോട്ട് ക്വൈറ്റ് സെയിം ആസ് അക്സെപ്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ് ബിക്കോസ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ക്യാൻ ഓൺലി ടെൽ യു വെദർ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഒന്നുകിൽ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫെയിൽ ടു റിജക്റ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകിൽ റിജക്റ്റ് ചെയ്ത് പോവുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ ഫെയിൽ ആയി പോവുക, ഇങ്ങനെ പറയാറുള്ളൂ. അപ്പോൾ ടൈപ്പ് 2 എററും ടൈപ്പ് 1 എററും എന്താണെന്ന് മനസ്സിലായിരിക്കും. ഇതിന് ടൈപ്പ് 2 എററിന് ഫാൾസ് നെഗറ്റീവ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. സിമ്പിൾ ഹൈപ്പോത്തസിസ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത് നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ടീം, ട്രൂ ഒരു ടീം, ട്രൂവിനകത്തുള്ള 2 A and B ഡിസ്റ്റിങ്ഷൻ പറഞ്ഞു.
ഇനി അടുത്തതാണ് സിമ്പിൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, സിമ്പിൾ ഹൈപ്പോത്തസിസ്. A simple hypothesis research predict the particular change in a difference will occur in one direction. ഇതാണ് മാർക്ക് വെക്കാൻ പോകുന്ന ഈ ഒരു ഭാഗമാണ് വൺ ഡയറക്ഷനിലേക്ക്. അതായത് സിമ്പിൾ ഹൈപ്പോത്തസിസ് റിസർച്ച് പ്രെഡിക്റ്റ് ആണ് പർട്ടിക്കുലർ ചേഞ്ച് ഓർ ഡിഫറൻസ് വിൽ ഒക്കർ ഒരു ഡയറക്ഷനിലേക്ക്, ഒന്നുകിൽ കൂടുകയെ കുറയെ എന്തിനടിസ്ഥാനം ബേസ്ഡ് ബൈ ഈ പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കി വെച്ചോളി. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ IV എന്ന് പറയും കേട്ടോ. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് അത് കൂടുകയെ കുറയും, ഏതെങ്കിലും ഒന്നുകിൽ കൂടുക അല്ലെങ്കിൽ കുറയുക, എന്തെങ്കിലും അതിന് പറയുന്ന പേരാണ് വൺ ഡയറക്ഷനിലേക്ക് ഒരു മാറ്റം പർട്ടിക്കുലർ ചേഞ്ചോ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ പറയുന്നത് സിമ്പിൾ ആയി ഓൺലി വൺ ഡയറക്ഷൻ, സിംഗിൾ ഡയറക്ഷൻ ഈ വൺ ഡയറക്ഷൻ കേട്ടോ, വൺ ഡയറക്ഷനിലേക്ക് മാത്രം മാറ്റി വരുന്നുണ്ടെങ്കിൽ പറയുന്നത് സിമ്പിൾ ഹൈപ്പോത്തസിസ്. സിമ്പിൾ ഹൈപ്പോത്തസിസ് ആർ വൺ വിച്ച് ഗീവ് ദ പ്രോബബിലിറ്റീസ് ടു പൊട്ടൻഷ്യൽ ഒബ്സർവേഷൻ. അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്, ഓക്കെ ഒരു ഭാഗത്തേക്കാണ് വളർച്ച വരുന്നത്, ഒരു ഭാഗത്തേക്കാണ് വളർച്ച ഇല്ലാത്തത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കൂടുന്നുണ്ട്, ഈ ഇത് കൂടുന്നുണ്ട് കുറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നതാണ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പറയുന്നതാണ് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഈറ്റിംഗ് ദ മോർ വെജിറ്റബിൾസ് ലീഡ്സ് ടു ബെറ്റർ ഇമ്മ്യൂണിറ്റി. അതായത് മോർ വെജിറ്റബിൾ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആവുന്നു, കൂടുന്ന കാണിച്ചത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വേറെ സാധനം എന്താ പറയുക, ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇമ്മ്യൂണിറ്റി വേഴ്സൺ ആവുന്നുള്ളത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് പറയാം. ഓക്കെ, ഒരു സമയം സിമ്പിൾ ഹൈപ്പോത്തസിസിൽ വൺ ഡയറക്ഷനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. ഓക്കെ, സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹൈപ്പോത്തസിസ് പറഞ്ഞാൽ നമ്മൾ വേറെ സാധനം ഉണ്ടായിരുന്നില്ല, അത് നേരെ പറഞ്ഞ പേരാണ് വേറെ സാധനം ഉണ്ടാവലുണ്ട് എന്നുള്ളത് കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ്. ദ കണ്ടെയ്ൻ മോർ ദാൻ 2 വേരിയബിൾസ്. നേരത്തെ സിംഗിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വേരിയബിൾസ് ദെയർഫോർ റിക്വയർ ദ കോംപ്ലക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ. വലിയ നേരത്തെ ഒരു ഹയർ കൂടുക കുറയുക അങ്ങോട്ട് മാറുക ഇങ്ങോട്ട് മാറുക കാര്യങ്ങളാണെങ്കിൽ ഇവിടെ കോംപ്ലക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ വരാൻ സാധ്യതയുള്ളതാണ്. ദ ടൈപ്പ് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, നമ്മളെ ഡിപ്പെൻഡന്റ് വേരിയബിൾ TV, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആർ മോർ ദാൻ 2. ഏതൊക്കെയാണ്? മോർ ദാൻ 2. മോർ ഇങ്ങനെ തന്നെയല്ലേ, മോർ ദാൻ 2 രണ്ടിലധികം. ഈ DV ആണെങ്കിലും IV ആണെങ്കിലും ഒന്നിലധികം രണ്ടിലധികം ഉണ്ടായിരിക്കും വേണം കോംപ്ലക്സിനകത്ത്. നേരത്തെ സിംഗിൾ ആയിരിക്കും ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Such hypotheses are called complex hypotheses. Interrelatedness to more than 2 variables acting simultaneously is more difficulty to assess quantitatively. നമുക്ക് ഈ പറഞ്ഞ സാധനം ക്വാണ്ടിറ്റേറ്റീവ്ലി അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ എന്ത് എഴുതുകയാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്നത് അത്ര പൊലിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും എക്സാമ്പിളോട് കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറിച്ച് മാർക്ക് പോകാൻ സാധ്യതയായിരിക്കും. നോക്കാം. ഈറ്റിംഗ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ലീഡ്സ് ടു ബെറ്റർ ഇമ്മ്യൂണിറ്റി. നേരത്തെ ഒരു ഫ്രൂട്ട്സ് കഴിച്ചാൽ വെജിറ്റബിൾ കഴിച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഈറ്റിംഗ് മോർ fruits and vegetable leads better immunity, weight loss and lower risk of disease. ഈ പറഞ്ഞ ഫ്രൂട്ട്സ് വന്നു, 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേരിയബിൾ പറഞ്ഞു, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ബെറ്റർ ഇമ്മ്യൂണിറ്റി വരും, വെയിറ്റ് ലോസും വരും. അപ്പോൾ ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം സാധനങ്ങൾ ഒരേ സമയം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കോംപ്ലക്സ് ആണ്. സിമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വൺ ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനകത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡയറക്ഷൻ്റെ അപ്പുറത്ത് ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയാലും മോർ ദാൻ 2 വരുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഇതൊക്കെ പറഞ്ഞു. ഇനിയൊരു സാധനം കോസൽ ഹൈപ്പോത്തസിസ്. നമ്മൾ റിസർച്ചിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കോസൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് സംഭവം, അതിൻ്റെ കോസ് എന്താണ്, എങ്ങനെയാണ് ഈ പറഞ്ഞ സാധനത്തിൻ്റെ കോസ് നോക്കുന്നത്. Causal hypothesis suggests that changes or variation in one variable cause changes or variation in the another variable. ഈ പറയുന്ന A വന്നിട്ട് ഈ പറഞ്ഞ Bനെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ കോസ് അതിൻ്റെ കാരണക്കാരനാവുന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ കോസൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. കോസൽ ഹൈപ്പോത്തസിസ് ഇസ് സെൻട്രൽ to many scientific investigation, particularly in the experimental റിസർച്ചിലാണെങ്കിൽ ഗോസി എക്സ്പെരിമെൻ്റൽ റിസർച്ചിലാണെങ്കിലും ഏത് റിസർച്ച് ഇതും എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there is a cause and effect relation between the variables. അതായത് ഈ A ബീനെ ബാധിക്കുന്നു എന്നുള്ളതും ഈ A ബീനും സീനെയും ബാധിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഇത് അങ്ങോട്ട് ബാധിക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് ഇതിൻ്റെ കോസ് എന്താണ്, അല്ലെങ്കിൽ ഈ മഴ കൂടുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന കൃഷിക്ക് പല രീതിയിൽ കോസ് ഉണ്ടാവുന്നത്, കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ
ചിലപ്പോൾ പറയുന്നത് ഇപ്രാവശ്യം വിളവ് വളരെ കുറവാണ്, മഴേൻ്റെ ലഭ്യത കുറവാണ്. ചിലപ്പോൾ പറയുന്നത് ഇപ്രാവശ്യം മഴ കൂടുതൽ, അതുകൊണ്ട് വിളവ് കുറവാണ്. കാരണം മഴ കാലം തെറ്റിക്ക് വരാറുണ്ടല്ലോ, അങ്ങനെ പറയാറില്ലേ. അതായത് ഒരു കോസേഷൻ പറയുന്നതാണ് ഈ പറഞ്ഞ കോസൽ ഹൈപ്പോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതിലൊക്കെ നോക്കാം, ഡിറക്ഷണൽ ഹൈപ്പോസിസ്. രണ്ട് കാര്യങ്ങളാണ്, ഡിറക്ഷണലും നോൺ ഡിറക്ഷണലും. നോൺ ഡിറക്ഷൻ പേര് കേട്ടപ്പോൾ തന്നെ എഴുതിയാലും മതിയാവും. ഓക്കെ, the directional hypothesis predict the direction of the relation between the independent and dependent variable. ഇവിടെ പറയാൻ പോകുന്നത് ഡിറക്ഷൻ ആണ്. ഏത് ഡയറക്ഷനിലേക്കാണ് ഈ പറയുന്ന വേരിയബിൾ ഒരു വേരിയബിളിനെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ റിലേഷൻഷിപ്പ് രണ്ട് പേര് നമ്മൾ റിലേഷൻഷിപ്പ് നമ്മൾ ഏത് റിലേഷനിലാണ്, ചിലപ്പോൾ പറയാണ്ടല്ലേ നെഗറ്റീവ് റിലേഷനിലാണ്. ഓക്കെ, ഇത് വരുമ്പോൾ ഇത് എന്ത് കുറേ ചെയ്യുന്നത്, ഇത് വരുമ്പോൾ ഇത് പോസിറ്റീവ് റിലേഷനാണ് പറയാറുണ്ടല്ലോ. ദർ ഇസ് നോ റിലേഷൻ, പല റിലേഷൻ ഇല്ലാത്തൊരവസ്ഥ വരാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിറക്ഷണൽ ഹൈപ്പോസിസ് പ്രെഡിക്റ്റ് ദ ഡിറക്ഷൻ ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഈ ഐവിയും അതുപോലെ തന്നെ ഡിവിയും തമ്മിലുള്ള റിലേഷൻ തമ്മിലുള്ള ഡിറക്ഷനെ ഓക്കെ, പോസിറ്റീവായുള്ള റിലേഷൻ ആണോ നെഗറ്റീവായ റിലേഷൻ ആണോ ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. ഇത് പ്രെഡിക്റ്റ് ദ വൺ വേരിയബിൾ വിൽ ഹയർ ഓർ ലോവർ ദാൻ അതർ ബട്ട് നോട്ട് ബോത്ത്. ഒന്നിനേക്കാൾ ഹയർ ആണ് ലോവർ ആണെന്നൊക്കെ പറയാൻ പറ്റും, പക്ഷെ അത് രണ്ടും ഒരുമിച്ച് പറയാനും പറ്റില്ല എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. എക്സാമ്പിൾ HA, അതായത് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ദ ഗ്രൂപ്പ് A will score significantly higher the test than group B, അതായത് predict in the specific direction. ഈ പറഞ്ഞ എയേക്കാൾ എന്താ പറയുക ബിയേക്കാൾ എ എന്ത് ചെയ്യുന്നുണ്ട്, സ്കോർ സിഗ്നിഫിക്കൻ്റ് ഹയർ ആണെന്നുള്ള കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻ പറഞ്ഞു, കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ പറഞ്ഞു. അതാണ് ഡിറക്ഷണൽ ഹൈപ്പോത്തസിസ്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം, നോൺ ഡിറക്ഷണൽ ഹൈപ്പോത്തസിസ് predict the relation between the independent variable and dependent variable about does not specific directional or the relationship. ഈ വന്നിട്ടുള്ള ഈ വേരിയബിളിനെ കുറിച്ചൊന്നും കൃത്യമായ ഡയറക്ഷൻ ഒന്നുമില്ല. ഇൻഡിപെൻഡന്റ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ ഏത് ഡയറക്ഷനിലാണെന്ന് കുറിച്ചൊന്നും പറയാത്തതാണ് ഈ വൺ നോൺ ഡയറക്ഷണൽ. ഇറ്റ് merely suggests that relationship or effect exists without predicting വൺ വേരിയബിൾ വിൽ ഹയർ, ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതാണോ അല്ലെങ്കിൽ കൂടുതലാണോ താഴെയാണോ ഒന്നൊന്നും ഈ പറയുന്ന നോൺ ഡയറക്ഷനിൽ പറയാൻ പറ്റില്ല. എക്സാമ്പിൾ നോക്കാം, ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ എ ടെസ്റ്റ് സ്കോർ ബിറ്റ്വീൻ ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. ഓക്കെ, എന്താണ് രണ്ട് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്, പക്ഷേ എന്താണ് അത് ഹയർ ആണോ ലോവർ ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് തന്നെ കൃത്യമായി ഡയറക്ഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞത്. ഇപ്പോൾ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് ഇനി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഈ ഭാഗത്തേക്കാണെന്ന് പറയാൻ പറ്റും. ഇതിപ്പോൾ രണ്ട് ഭാഗത്ത് മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തേക്കാണുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട എന്താ പറയുക ഹൈപ്പോത്തസിസ് ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഒരു ഹൈപ്പോത്തസിസിനെ കുറിച്ച് എക്സാം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ. നോക്കാം, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു. ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഫങ്ഷൻ പറഞ്ഞു, ടൈപ്സ് പറഞ്ഞു. ഓക്കെ, ഏതൊക്കെ ടൈപ്സ്, പല ടൈപ്സ്, ആൾട്ടർനേറ്റീവ്, നള്ള്, ട്രൂ, അതുപോലെ തന്നെ എന്തെങ്കിലും ഡയറക്ഷൻ, നോൺ ഡയറക്ഷണൽ. ഓക്കെ, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാം എഴുതുന്ന സമയത്ത് ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കിന് അടിസ്ഥാനത്തിൽ, ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 5 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ ഒന്ന് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാതെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക. ഫംഗ്ഷനും ക്യാരക്ടറിസ്റ്റിക്സും ഡെഫിനിഷനും പറഞ്ഞ് ടൈപ്സും പറഞ്ഞ് നിർത്താം. ഒരു 10 മാർക്കിനൊക്കെ വരികയാണെങ്കിൽ ഡെഫിനിഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും, ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ടി വരും, ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ടി വരും, ടൈപ്സിനൊക്കെ ഒന്ന് പറഞ്ഞ് ടൈപ്സിൻ്റെ കൂടെ അതിൻ്റെ എക്സാമ്പിൾ കൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് പോകും. ഓക്കെ, ഇത്രയാണ് ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് പല കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യം അടുത്ത ക്ലാസ്സിലേക്ക് പറയും. ഓക്കെ, താങ്ക് യു.